അപ്പൊ ഇത്ര അടിപൊളിയായിട്ട് മാറ്റി ഒരുങ്ങി നമ്മളൊന്ന് പണിക്ക് പോണി എന്താ ചെയ്യാ പേരയിലൊക്കെ ഒരു ഉപകാരമായി തുടങ്ങി. അസ്തഫുള്ള നല്ലൊരു മാസമായിട്ട് ഡാഷ് ഒക്കെ തിന്നുന്നുണ്ടില്ല. ഇപ്പൊ എനിക്ക് ആദ്യം അറിയാം പുതിയൊരു കാർ എടുത്തതിന്റെ മെയിൻ ആവലാണോ ഓനി കാട്ടുന്നൊക്കെ ഓന്റെ ഇറങ്ങി. പിന്നെ പേരന്റെ മുമ്പിൽ എന്താണ് നല്ലൊരു മെയിൻ ആവലും പാസ്സാക്കി നമ്മളെ നേരെ നല്ലൊരു മയതിന്റെ ബെനിഫിറ്റ് ആണ് ഈ കാണുന്നൊക്കെ. വാട്ട ബെനിഫിറ്റ് ഇല്ലേ സംഭവം. കാടിയിൽ ഇപ്പൊ വലിയ തിരക്കില്ലെങ്കിലും നോമ്പ് 20 കഴിഞ്ഞ കാലത്തെ സ്ഥലം ഉണ്ടാവില്ല. ആ തിരക്കിന്റെ ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ഒരു ഹായൊക്കെ തന്നോണ്ടി. പേരേനെ എത്ര അടിപൊളിയാക്കി മുടി തെറ്റാക്കി വന്ന് ഞാനാണ്. ഇവിടെ വന്നപ്പോ വവ്വാല് ചപ്പിമാരി കടന്റെ മുമ്പ് തന്നെ മൊയിലാളിക്കണ്ടേ. ഇനി അവിടുന്ന് ഫോൺ കൊണ്ട് മെയിൻ എന്നത്തെ സാലറിയാണ് കട്ടാക്കും. പിന്നെ നോമ്പൊക്കെ നേരെ നമ്മള് നേരെ കടയിൽ നിന്ന് ഇറങ്ങി. സംഗതി നമ്മുടെ നാട്ടിൽ അത്ര വൈബില്ലെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ല എന്താ കാട്ടുക. നല്ലൊരു മാസം രണ്ട് കൂലി കൂടുതൽ ഇട്ടണ ഇന്നെ ഫോളോ ചെയ്തോളി. ഞങ്ങൾക്ക് മണി തോർക്കാം. പിന്നെ അവിടെ തന്നെ മൈരിപുസ്കാരം അപ്രൂവ് ആക്കുകയാണ്. നമ്മള് നേരെ പേരെ പോയി. അങ്ങനെ പേരേക്ക് എത്തിയപ്പോഴാണ് ഫുൾ ജാർ ഉണ്ടാക്കലെന്ന ഒരു ആശയം മൂത്തമ്മ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അയക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഷെയ്ക്കലത്തെ പരിപാടി തുടങ്ങി. ജമ്മേരെ അന്തം മുട്ടി ഇനി അത്ര വലിയ കുക്കാണ് എഴുതിയിട്ട് അതിന്റെ ഇടയ്ക്ക് പാത്തുകൊണ്ട് തിരുമ്പി വാങ്ങിക്കൊണ്ടൊക്കെ വരുന്നത്. ഇതൊക്കെ കണ്ട കൺട്രോൾ പോലെ കുട്ടികൾ നിന്നാക്കാൻ വേണ്ടിയില്ല എന്റെ ടാറ്റിക്സ് ചെയ്യുന്ന മുളക് ഇടുക എന്നുള്ളത് എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് മൂഞ്ചിക്കും. പിന്നെ ക്ലാസ് ഒക്കെ നിരത്തി വെച്ച ഒരു മാർക്ക് മോഡൽ പരിപാടി ഈ ചങ്ങായി വരെ കുറിച്ച് മാലിക്കണം. അപ്പൊ ആ മസാലന്റെ പവർ ഒന്ന് ആലോചിച്ചു. ഇല്ലമ്മളൊക്കെ പാടം അടിച്ചേറ്റിയാണ് കിളി പോയി നിൽക്കുകയാണ് ഞാനവിടെ. പിന്നെ പോയ കിളി തിരിച്ചു വരാൻ വേണ്ടിയാണ് മിൽക്ക് മേടിൽ നിന്ന് നമ്മൾ നേരെ പേരെ പോയി. അപ്പൊ ബാക്കി അടുത്ത വീഡിയോ.